ഓം ശാന്തി. 29/1/2025 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ യോഗബലത്തിലൂടെ തന്നെ വികർമ്മം വിനാശം ചെയ്ത് പാവനമായി പാവന ലോകം ഉണ്ടാക്കണം. ഇത് തന്നെയാണ് നിങ്ങളുടെ സേവനം. യോഗബലം ശേഖരിക്കപ്പെടുന്നത് നാം യോഗത്തിൻ്റെ സ്ഥിതിയിൽ മുഴുവൻ സമയവും ഇരിക്കുമ്പോഴാണ്. യോഗത്തിൻ്റെ സ്ഥിതി എന്നാൽ നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരികയാണ്. അതും നമ്മളിലുള്ള ശ്രേഷ്ഠ ഗുണങ്ങളെക്കുറിച്ചാണ് നാം അന്നേരം ചിന്തിക്കുന്നത്. നമ്മളിലേക്ക് ശ്രദ്ധ വരുമ്പോൾ, അല്ലെങ്കിൽ നാം ബാബയെ ഓർമ്മിക്കുമ്പോൾ, ബാബയുടെ ശ്രദ്ധ, ബാബയിൽ നിന്നുള്ള ശക്തികൾ, ഗുണങ്ങൾ എല്ലാം നമ്മൾക്ക് ലഭിക്കുകയാണ്. ഇതിനെയാണ് യോഗമെന്ന് പറയുന്നത്, യോഗബലമെന്ന് പറയുന്നത്. ഈ യോഗബലം ശേഖരിക്കുന്നതിലൂടെയാണ് പാപം നശിക്കുന്നത്, നാം പവിത്രമാകുന്നത്. ഇങ്ങനെ നാം പവിത്രമായാലാണ് നമുക്ക് പവിത്ര ലോകം സ്ഥാപിക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സേവനം. അതിനാൽ യോഗബലം ശേഖരിക്കണം. ചോദ്യം: ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ ഏത് വിശേഷതയാണ് പാടപ്പെട്ടിട്ടുള്ളത്? ഉത്തരം: ദേവീ ദേവതാ ധർമ്മം തന്നെയാണ് വളരെ സുഖം നൽകുന്നത്. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഇല്ല. നിങ്ങൾ കുട്ടികൾ മുക്കാൽ സുഖം പ്രാപ്തമാക്കുന്നു. സുഖവും ദുഃഖവും പപ്പാതി ആണ് എങ്കിൽ രസം തോന്നില്ല. ഏറ്റവും പുരാതനമായിട്ടുള്ളത് ദേവീ ദേവതാ ധർമ്മമാണ്. ഈ ദേവീ ദേവതാ ധർമ്മം സത്യത്രേതായുഗങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ഇതിനെ തന്നെയാണ് ഇന്നത്തെ ലോകത്തിലുള്ളവർ മനുഷ്യത്വം എന്നും പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നത്. അത് ഈ ദേവീ ദേവതാ ധർമ്മത്തിലാണ് ഉള്ളത്. ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ് ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കുന്നില്ല. വളരെ സുഖം നൽകുന്നതായ ധർമ്മമാണ്. അതായത് സുഖം നൽകുന്ന ജീവിത രീതിയെയാണ് ദേവീ ദേവതാ ധർമ്മമെന്ന് പറയുന്നത്. ഇത്രയും സുഖം നൽകുന്ന ധർമ്മമാകുമ്പോൾ ആ ധർമ്മത്തിലുള്ളവർക്ക് മുക്കാൽ പങ്കും സുഖം തന്നെയായിരിക്കും മുഴുവൻ കൽപ്പത്തിലും ലഭിക്കുന്നത്. പകുതി പകുതിയാണെന്നുണ്ടെങ്കിൽ അത് വളരെ രുചികരമായി രസകരമായി തോന്നില്ല. അതിനാൽ ഈ മുക്കാൽ പങ്കും സുഖമെടുക്കുന്നതിന് ഇപ്പോഴേ തന്നെ ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സംസ്കാരം നാം ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കരുത്, ദുഃഖം എടുക്കരുത്. സുഖദായി ആയിരിക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമാകണം. ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കരുത്. കടുത്ത വാക്കുകൾ പറയരുത്. മോശമായ ശീലങ്ങൾ മാറ്റിയെടുക്കണം. 2. ബാബയോട് മധുരമധുരമായി സംഭാഷണം നടത്തി ഈ ഫീലിങ്ങിലിരിക്കണം: ഓഹോ ബാബ, താങ്കൾ നമ്മളെ എന്തിൽ നിന്ന് എന്താക്കി മാറ്റിയിരിക്കുന്നു. താങ്കൾ നമുക്ക് എത്ര സുഖം തന്നിരിക്കുന്നു. ബാബ, താങ്കൾ ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്നു. മുഴുവൻ ദിവസവും ബാബ ബാബ ഓർമ്മയുണ്ടായിരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയെപ്പോലെ സ്നേഹസാഗരമായിരിക്കണം. എന്താണോ ബാബയുടെ സ്വഭാവം, അതാണ് നമ്മുടെയും സ്വഭാവം. അതിനാൽ മാസ്റ്റർ സ്നേഹസാഗരമായിരിക്കണം. ഒരിക്കലും ഒരു തരത്തിലും ആർക്കും നമ്മളിൽ നിന്ന് ദുഃഖം ഉണ്ടാകരുത്. വായിൽ നിന്നൊരിക്കലും കടുത്ത വാക്കുകൾ പറയരുത്. എന്ത് മോശമായ ശീലമുണ്ടെങ്കിലും അത് തിരിച്ചറിഞ്ഞ് അതിനെ ചെക്ക് ചെയ്ത് മാറ്റിയെടുക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയെ
നല്ല സ്നേഹത്തോടെ ഓർമ്മിച്ച് മധുരമായി ബാബയോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. മുഴുവൻ ദിവസവും ബാബ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്, എന്തെല്ലാം അനുഭവം ചെയ്യിപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ ഓർത്തോർത്ത് ബാബയുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കണം. വരദാനം: സർവ സംബന്ധങ്ങളുടെയും സർവഗുണങ്ങളുടെയും അനുഭൂതിയിൽ സമ്പന്നമാകുന്ന സമ്പൂർണ്ണ മൂർത്തരായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ വിശേഷിച്ച് സർവപ്രാപ്തികൾ കൊണ്ട് സ്വയം തന്നെ സമ്പന്നമാക്കണം. ഇതിനാൽ സർവസമ്പത്തുകൾ, സർവബന്ധങ്ങൾ, സർവഗുണങ്ങൾ, കർത്തവ്യം ഇവയെ മുന്നിൽ വെച്ച് ചെക്ക് ചെയ്യൂ, എല്ലാ കാര്യങ്ങളിലും അനുഭവി ആയിട്ടുണ്ടോ എന്ന്. ഏതെങ്കിലും കാര്യത്തിൻ്റെ അനുഭവത്തിൽ കുറവുണ്ട് എങ്കിൽ അതിൽ സ്വയം തന്നെ സമ്പന്നമാക്കിയെടുക്കൂ. ഒരു ബന്ധമോ ഗുണത്തിൻ്റെയോ കുറവ് ഉണ്ട് എങ്കിൽ സമ്പൂർണ്ണ സ്ഥിതി അല്ലെങ്കിൽ സമ്പൂർണ്ണ മൂർത്തർ എന്ന് പറയാൻ സാധിക്കില്ല. ഇതിനാൽ ബാബയുടെ ഗുണങ്ങളുടെ അല്ലെങ്കിൽ തൻ്റെ ആദി സ്വരൂപത്തിൻ്റെ ഗുണങ്ങളുടെ അനുഭവം ചെയ്യൂ. അപ്പോൾ സമ്പൂർണ്ണ മൂർത്തരാകും. എല്ലാം കൊണ്ട് നിറഞ്ഞവരെയാണ് സമ്പൂർണ്ണ മൂർത്തർ അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്ഥിതി എന്ന് പറയുന്നത്. എല്ലാം കൊണ്ട് നിറയുക അർത്ഥം എല്ലാ സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കണം, എല്ലാ ബന്ധങ്ങളും അനുഭവിച്ചിരിക്കണം, സർവഗുണങ്ങളും ഉണ്ടായിരിക്കണം. ബാബയുടെ എന്ത് കർത്തവ്യവും നമ്മുടെ തന്നെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി അത് ചെയ്യുകയും വേണം. ഇവയെല്ലാത്തിലും ഒരുപോലെ തന്നെ ഉയർന്ന മാർക്ക് വേണം. എന്തിലെങ്കിലും ചെറിയ ഒരു കുറവെങ്കിലും ഉണ്ടെങ്കിൽ സമ്പൂർണ്ണ മൂർത്തരെന്ന് പറയാൻ സാധിക്കില്ല. അതിനാൽ ബാബയുടെ ഗുണങ്ങൾ എന്താണോ അല്ലെങ്കിൽ തൻ്റെ ആദി സ്വരൂപത്തിൻ്റെ ഗുണങ്ങൾ എന്താണോ അത് അനുഭവിക്കണം. അപ്പോഴാണ് സമ്പൂർണ്ണ മൂർത്തരെന്ന് പറയപ്പെടുന്നത്. സ്ലോഗൻ: ആവേശത്തിൽ വരിക എന്നത് മനസ്സിൻ്റെ കരച്ചിലാണ്. ഇപ്പോൾ കരച്ചിലിൻ്റെ ഫയൽ സമാപ്തമാക്കൂ. ബാബ പറയും, കരയുന്നത് വിധവകളാണ്. നമ്മുടെ പതി അല്ലെങ്കിൽ ഭർത്താവ് സ്വയം ഭഗവാനാണ്. ആ ഭഗവാന്റെ കൂട്ടുണ്ട് അല്ലെങ്കിൽ ഓർമ്മയുണ്ട് എങ്കിൽ കരയേണ്ട ഒരു സന്ദർഭവും വരില്ല. എന്നിട്ടും കരയുകയാണ് എങ്കിൽ ഭർത്താവിനെ വിട്ടു എന്നാണ് അതിനർത്ഥം. അതിനാൽ ബാബ പറയുന്നു, ഒരിക്കലും കരയരുത്, ഈ ഫയൽ ക്ലോസ് ചെയ്യണം. ഓം ശാന്തി.